ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നില്ലേ? ഇന്നത്തെ വീഡിയോ മാങ്ങയും വെള്ളരിക്കയും കൂടെ വെച്ച് ഉള്ള ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഇപ്പോൾ ഹൈപ്പ് ഓപ്ഷൻ കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്ത് ഈ കുഞ്ഞു ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ചെറിയ വെള്ളരിയുടെ അര ഭാഗം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അത് തോടൊക്കെ ചെത്തി ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു മാങ്ങയുടെ പകുതി, കാരണം അത്യാവശ്യം പുളിപ്പുള്ള മാങ്ങയാണ്, അതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ മാങ്ങയുടെ തോല് ചെത്തിയിട്ട് ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങ. നമുക്കൊരു കുക്കർ എടുക്കുക, അതിലേക്ക് നമുക്ക് വെള്ളരിക്ക കഷ്ണം ഇടുക, അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3 വിസിൽ കുക്കറിൽ അടിച്ചെടുക്കാം. കുക്കറിലിരുന്ന് വെള്ളരിക്ക വേകുന്ന സമയത്ത് നമുക്ക് തേങ്ങയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ജീരകവും 2-3 കൊച്ചുള്ളിയും കൂടെ ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട്, അത് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് പാർത്തി ഒഴിക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. മാങ്ങയ്ക്ക് ഒരുപാട് വേവില്ല, അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലിട്ട് അടിച്ചെടുക്കാത്തത്. ഇതിപ്പം ഒരു 5 മിനിറ്റ് കൊണ്ട് മാങ്ങ ഇതിൽ കിടന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ജാറ കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി, ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിലേക്ക് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ലേശം ഉലുവ കൂടെ ഇട്ട് ഞാനൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കറി സെർവിങ് ബൗളിലേക്ക് മാറ്റി അതിലേക്ക് നമുക്ക് ഈ താളിപ്പൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ചോറിനോടൊപ്പം ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു കറി കൂടെയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.